ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഒന്നാമത്തെ പാഠമാണ്. 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും മാറിയ വിവരം മക്കൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്ന പാഠത്തിൻ്റെ പേര് ഹരിതഭൂമി എന്നാണ്. ഹരിതഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതം എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഭൂമി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. വായിച്ചു നോക്കിക്കേ, ചൊല്ലി നോക്കിക്കേ. തൊട്ടുവാ പൈങ്കിളിയെ, തെയ്യക്കം 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 ധാര, മാമരം തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ. തെയ്യക്കം 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 ധാര, പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവതിൻ നിറമെന്ത് പറയാമോ. തെയ്യക്കം 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 ധാര, ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇലയെന്താകൃതി പറയാമോ. അപ്പോൾ ഇതൊരു കളിയാണ് അല്ലേ? പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? എങ്ങനെയാണ് കളിക്കുന്നത്? നമ്മൾ തെയ്യക്കം 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 താര എന്ന് പാടുന്നു. എന്നിട്ട് ഒരു ചെടി പോയി തൊടുന്നു. നമ്മൾ തൊട്ട ചെടി ഏതാണ്, അതിൻ്റെ പേര് പറയണം. അതുപോലെ പൂവ് തൊടുകയാണെങ്കിൽ പൂവ് ഏതാണ്, പൂവിൻ്റെ നിറം ഏതാണെന്ന് പറയണം. ഇല തൊടുകയാണെങ്കിൽ ഇല ഏതാണ്, ഇലയുടെ പേരെന്താണ്, ഇലയുടെ ആകൃതി എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കളിക്കുന്ന സമയത്ത് എത്ര സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു എന്നുകൂടെ പറയണേ. ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഒരുപാടുണ്ട് അല്ലേ? മാവ്, പ്ലാവ്, തേക്ക്, ഈട്ടി, കമുക്, റോസ്, മല്ലിക, ജമന്തി, ഓർക്കിഡ്, മുല്ല, വാഴ, തുളസി, താമര, ആമ്പൽ, ഇത്തരത്തിൽ ഒരുപാട് സസ്യങ്ങൾ നമുക്കറിയാം അല്ലേ? അവയുടെ ഒക്കെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ EVSൻ്റെ പുസ്തകത്തിൽ എഴുതി നോക്കണേ. ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. നോക്കിക്കേ, ഇവിടെ ഒരു തണ്ടിൻ്റെ ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? അതുകൂടാതെ ചെടിക്ക് വേറെ ഏതെല്ലാം ഭാഗങ്ങളുണ്ട്? വേരുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട് അല്ലേ? ഈ പറഞ്ഞ ഭാഗങ്ങൾ കൂടി വരച്ചു ചേർത്ത് ഈ തണ്ടൊരു നല്ല മനോഹരമായ ചെടിയാക്കി നോക്കിക്കേ. സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം. തണ്ടിനെ നമുക്ക് കാണ്ഡം എന്ന് പറയാം, ഇലയെ നമുക്ക് പത്രം എന്ന് പറയാം, വേരിനെയോ മൂലം എന്നും പറയാം. തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? അല്ല അല്ലേ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? സസ്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്? വലുപ്പത്തിൽ ആദ്യത്തേത്, അതായത് വലിയ സസ്യങ്ങളെ നമുക്ക് കാണാം. ചെറിയ വലുപ്പമില്ലാത്ത സസ്യങ്ങളെയും മിതമായ വലുപ്പത്തിലുള്ള സസ്യങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഇനി അടുത്തത് കാഠിന്യത്തിൽ, അതായത് ചില സസ്യങ്ങളുടെ തണ്ടുകളെല്ലാം നല്ല കഠിനമായതായിരിക്കും, നല്ല കട്ടിയുള്ളതായിരിക്കും അല്ലേ? നല്ല ബലമുള്ള തണ്ടുകളായിരിക്കും. അതായത് നമ്മൾ മാവിൻ്റെയും തെങ്ങിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ തടി എന്ന് പറയുന്നത് നല്ല കനമുള്ള കട്ടിയുള്ള തടിയല്ലേ? എന്നാൽ ചിലത് ദുർബല കാണ്ഡങ്ങളായിരിക്കും, അതായത് കട്ടിയില്ലാത്ത ബലം കുറവുള്ള തടികളായിരിക്കും. വാഴയുടേത്, അതുപോലെ തന്നെ നമ്മുടെ ചീരയുടേത്, ഇതെല്ലാം കട്ടിയില്ലാത്ത തണ്ടുകളാണ്. അതായത് നമ്മളൊന്ന് ഒടിച്ചു നോക്കിയാൽ ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള തണ്ടുകളാണ് അതെല്ലാം. അതുപോലെ തന്നെ ചില സസ്യങ്ങൾ മിതമായ കാഠിന്യമായിരിക്കും. അതായത് ചെമ്പരത്തി, തുളസി, റോസ് തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളെല്ലാം നല്ല കട്ടിയില്ല, എന്നാലോ കട്ടി തീരെ കുറഞ്ഞ രീതിയിലുള്ള തണ്ടുകളുമല്ല, മിതമായ രീതിയിലുള്ള കാഠിന്യമുള്ള തണ്ടുകളായിരിക്കും. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ കാര്യത്തിലാണ്. അതായത് ചില സസ്യങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നവയാണ്, ഏതാനും മാസങ്ങൾ മാത്രമേ അവയ്ക്ക് ആയുസ്സുണ്ടായിരിക്കുകയുള്ളൂ. ചില സസ്യങ്ങൾ കുറച്ചുകൂടെ വർഷങ്ങൾ നീണ്ടു നിൽക്കും, 1, 2 അല്ലെങ്കിൽ 3 വർഷമൊക്കെ നീണ്ടു നിൽക്കും. ചില സസ്യങ്ങളോ ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് കാലം നീണ്ടു നിൽക്കും. നമ്മുടെ മാവ്, പ്ലാവ് തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളൊക്കെ ഒരുപാട് കാലം ആയുസ്സോട് കൂടിയിട്ട് വളരുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ആയുസ്സിൻ്റെ കാര്യത്തിൽ സസ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്.
അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവ വളരുന്ന സ്ഥലങ്ങളിലുള്ള വ്യത്യാസമാണ്. ചില സസ്യങ്ങൾ വെള്ളത്തിൽ വളരുന്നവയാണ്. ആമ്പൽ, താമര തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളൊക്കെ വെള്ളത്തിൽ വളരുന്നവയാണ്. ചിലത് മണ്ണിൽ വളരുന്നവയാണ്. അതുപോലെ തന്നെ പൂവ്, കായ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, ഇലകൾ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സസ്യങ്ങളിലെ വ്യത്യാസം കണ്ടുപിടിക്കാവുന്നതാണ്. ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? നോക്കിക്കേ, റോസ്, തെങ്ങ്, നെല്ല്, തെച്ചി, മാവ്, ചെമ്പരത്തി തുടങ്ങി പല തരത്തിലുള്ള സസ്യങ്ങൾ നമുക്ക് ചിത്രത്തിൽ കാണാം. ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇവയുടെ തണ്ടുകൾ പലതും പല രീതിയിലാണ് അല്ലേ? ചിലത് നല്ല കാഠിന്യമേറിയ തണ്ടുകളാണ്, ചിലത് കട്ടി കുറഞ്ഞ തണ്ടുകളാണ്. വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? വലുപ്പത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ചിലത് വലിയ വലിയ സസ്യങ്ങളാണ്, ചിലത് ചെറിയ സസ്യങ്ങളാണ്, അതായത് കുറ്റിച്ചെടികളായിട്ട് നിൽക്കുന്ന സസ്യങ്ങളാണ്. ഇവ എത്ര കാലം നിലനിൽക്കുന്നു? ഇതിൽ ചില സസ്യങ്ങൾ ഏതാനും മാസങ്ങൾ മാത്രമേ വളരുകയുള്ളൂ, ചില സസ്യങ്ങൾ ഏതാനും വർഷങ്ങൾ വളരും, മറ്റു ചിലതോ ഒരുപാട് വർഷങ്ങൾ, കാലങ്ങളോളം പഴക്കമുള്ള മരങ്ങളും ഇതിലുണ്ട്. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ജൈവ വൈവിധ്യോദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. നോക്കിക്കേ, ഈ പട്ടികയിൽ നമുക്ക് അതിൻ്റെ തണ്ടിൻ്റെയും വലുപ്പത്തിൻ്റെയും നിലനിൽക്കുന്ന കാലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ടിക്കിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേത് ചീര. ചീരയുടെ തണ്ട് എങ്ങനെയാണ്? ചീരയുടെ തണ്ട് മൃദുവായതാണ് അല്ലേ? കട്ടിയില്ലാത്ത തണ്ടാണ്. ചീരയുടെ വലുപ്പമോ? ചീരയുടെ വലുപ്പം ചെറുതാണ്, ചെറിയ സസ്യമല്ലേ ചീര. നിലനിൽക്കുന്ന കാലമോ? ഏതാനും മാസങ്ങൾ മാത്രമേ ചീരയ്ക്ക് ആയുസ്സുള്ളൂ. ഇനി രണ്ടാമത്തെ സസ്യം എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ തണ്ട് എന്താണ്? കാഠിന്യമുള്ള തണ്ടാണ് അല്ലേ? വലുപ്പമോ? വലുപ്പം ഏകദേശം ഒരു ഇടത്തരം വലുപ്പമാണ് ചെമ്പരത്തിക്കുള്ളത്. അതായത് തീരെ കുറ്റിച്ചെടിയുമല്ല, വലിയ മരവുമല്ല, ഒരു ഇടത്തരം വലുപ്പമാണ്. നിലനിൽക്കുന്ന കാലം ഏതാനും വർഷങ്ങൾ, കുറച്ച് വർഷങ്ങൾ ചെമ്പരത്തിക്ക് ആയുസ്സുണ്ട്. അടുത്തത് മാവ്. മാവിൻ്റെ തണ്ട് എന്താണ്? വളരെ കാഠിന്യമുള്ള തണ്ടാണ്, നല്ല കട്ടിയുള്ള ബലമുള്ള തണ്ടല്ലേ മാവിനുള്ളത്. വലുപ്പമോ? മാവ് നല്ല വലുതായിരിക്കും. നിലനിൽക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെയധികം വർഷങ്ങൾ മാവിന് നമുക്ക് ആയുസ്സുണ്ടെന്ന് പറയാം. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സസ്യങ്ങളെ കൂടെ ചേർത്ത് നോക്കൂ. ആദ്യം ഞാൻ ചേർക്കുന്നത് വാഴയാണ്. വാഴയുടെ തണ്ട് എങ്ങനെയാണ്? മൃദുവായ തണ്ടാണ്. വലുപ്പമോ? ഇടത്തരം വലുപ്പമാണ് വാഴയ്ക്കുള്ളത്. നിലനിൽക്കുന്ന കാലം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾ മാത്രമേ വാഴ നിലനിൽക്കുകയുള്ളൂ. ഇനി റോസ്. റോസിൻ്റെ തണ്ട് എങ്ങനെയാണ്? കാഠിന്യമുള്ള തണ്ടാണ്. ഇടത്തരം വലുപ്പമാണുള്ളത്. നിലനിൽക്കുന്ന കാലം എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങളാണ്. അടുത്തത് പ്ലാവ്. പ്ലാവിൻ്റെ തണ്ട് എങ്ങനെയാണ്? വളരെ കാഠിന്യമുള്ള തണ്ടാണ്. വലുപ്പം വലുതാണ്. വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്ന മരമാണ് പ്ലാവ്. അടുത്തത് തേക്ക്. തേക്കിൻ്റെ തണ്ട് വളരെ കാഠിന്യമുള്ള തണ്ടാണ്. തേക്ക് വലിയൊരു സസ്യമാണ്. വർഷങ്ങളോളം നിലനിൽക്കുന്ന മരമാണ് തേക്ക്. പട്ടികയിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി? സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരം തിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. ആദ്യം ചീര. എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. തണ്ട് മൃദുവാണ്. ഞാൻ ചെറിയ സസ്യമാണ്. ആഴത്തിൽ വേരോട്ടമില്ല. ഏതാനും മാസങ്ങൾ മാത്രമേ എനിക്ക് ആയുസ്സുള്ളൂ. ഇനി മാവ് പറയുന്നത് നോക്കിക്കേ. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വളരെ കാഠിന്യമുള്ള തണ്ടാണ്. ഞങ്ങൾ വലിയ മരങ്ങളാണ്. ഞങ്ങൾക്ക് ഒരുപാട് വർഷത്തെ ആയുസ്സുണ്ട്. ആഴത്തിൽ വേരോട്ടമുണ്ട്. അടുത്തത് ചെമ്പരത്തിയാണ്. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ടാണ്. ഇടത്തരം വലുപ്പമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഏതാനും വർഷങ്ങൾ ജീവിക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കിക്കേ മക്കളെ. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? പട്ടിക പൂർത്തിയാക്കുക. നമ്മൾ പറഞ്ഞു ചീര ഔഷധിയാണ്, ചെമ്പരത്തി കുറ്റിച്ചെടിയാണ്, മാവ് മരമാണ്. അപ്പോൾ ഈ 3 കോളമായിട്ട് നമ്മളിതിനെ തരംതിരിക്കണം. ആദ്യം നമുക്കറിയാവുന്ന ഏതാനും ഔഷധികൾ എഴുതി നോക്കാം. ചീര, വാഴ, തുമ്പ, തുളസി, കുറുന്തോട്ടി, തഴുതാമ തുടങ്ങിയവയെല്ലാം ഔഷധികളാണ്. ഇനി കുറ്റിച്ചെടികളോ? ചെമ്പരത്തി, റോസ്, മല്ലിക, ജമന്തി,
തുടങ്ങിയവയെല്ലാം കുറ്റിച്ചെടികളാണ്. ഇനി മരങ്ങളിൽ പെടുന്നത് ഏതെല്ലാമാണ്? മാവ്, പ്ലാവ്, കശുമാവ്, തേക്ക്, ഈട്ടി തുടങ്ങിയ ഒട്ടേറെ മരങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കിക്കേ, ചേർത്തു വരയ്ക്കും. നമുക്കിവിടെ ഏതാനും ചെടികളുടെ സസ്യങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ എന്നീ 3 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ സസ്യങ്ങളും ഏതിലേക്കാണ് വരച്ച് ചേർക്കേണ്ടത് എന്നാണ് നോക്കേണ്ടത്. ആദ്യത്തേത് തെങ്ങ്. തെങ്ങ് എന്താണ്? തെങ്ങ് മരമാണ്. ഇനി നെല്ലെന്താണ്? നെല്ലൊരു കുറ്റിച്ചെടിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് ആൽമരമാണ്. അത് ഒരു മരമാണ്. ഇനി ചെമ്പരത്തി കുറ്റിച്ചെടിയാണ്. മുക്കുറ്റി ഔഷധിയാണ്. ചീര ഔഷധിയാണ്. റോസ് കുറ്റിച്ചെടിയാണ്. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായോ? ഹരിതഭൂമി എന്ന ഈ പാഠം നമുക്ക് കുറച്ചുകൂടെ എടുക്കാനുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണേ. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്